നമസ്കാരം, എല്ലാവർക്കും അടുക്കള റാണിയിലേക്ക് സ്വാഗതം. ദീപാവലിയൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും സ്വീറ്റ്സൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാവും അല്ലേ? ഇന്ന് നമുക്കൊരു സ്റ്റാർട്ടർ ചെയ്ത് നോക്കിയാലോ? ഒരു ചൈനീസ് സ്റ്റാർട്ടറാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള സോയാ ചില്ലിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. സോയാ ചില്ലി തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാൻ സോയാ ചങ്ക്സ് 1 മണിക്കൂർ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് ചൂടുവെള്ളത്തിൽ കുതിർത്തെടുക്കുമ്പോൾ സോയാ ചങ്ക്സ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കുതിർത്തെടുത്ത സോയാ ചങ്ക്സ് നമ്മൾ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കുക. ഒട്ടും വെള്ളമയം ഉണ്ടായിരിക്കരുത്. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് തണുത്തിരിക്കുകയും വേണം. ചൂടോടെ ചെയ്യാൻ പറ്റില്ല. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത സോയാ ചങ്ക്സ് ഞാൻ മാരിനേറ്റ് ചെയ്യുകയാണ്. മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. അതുകൂടാതെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനുള്ളിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ സൈഡ് നന്നായിട്ട് കോൺഫ്ലോറൊക്കെ പറ്റിയിരിക്കണം. അതേ രീതിയിൽ നന്നായിട്ട് കോട്ടഡായിട്ട് കിട്ടണം. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ മിക്സ് ചെയ്ത് നല്ല മാരിനേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കുക. അതിനകത്തേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് സോയാ ചങ്ക്സ് അതിലേക്ക് ഇട്ടിട്ട് അത് വറുത്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിയിൽ ഇങ്ങനെ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയിരിക്കുന്ന സോയാ ചങ്ക്സും അതേപോലെ തന്നെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ സോയാ ചങ്ക്സ് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന സോയാ ചങ്ക്സ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവൻ സോയാ ചങ്ക്സും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അത് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഞാനിവിടെ 1/4 കപ്പ് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ സോയാ ചങ്ക്സ് വറുത്ത എണ്ണയിൽ നിന്ന് തന്നെ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ എണ്ണ തന്നെയാണ് 1/4 കപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഞാൻ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. അത് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് ആ എണ്ണയിൽ അതിൻ്റെ ഫ്ലേവർ വരണം. അതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം ഇതിനകത്തേക്ക് 4 പച്ചമുളക് 2ആയിട്ട് കീറി വെച്ചിരുന്നത് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്ത് ഫ്രൈ ആകുമ്പോൾ നല്ല ഒരു സ്പൈസി ഫ്ലേവർ അതിനകത്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു സവാള സ്ക്വയറായിട്ട് അരിഞ്ഞത് അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ഒന്ന് വഴറ്റുക. വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം അതിനകത്തെ സീഡ്സ് എല്ലാം കളഞ്ഞിട്ട് സ്ക്വയറായിട്ട് അരിഞ്ഞതാണ്. അത് ഞാനിവിടെ 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ട് അധികം വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് സോസൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിവിടെ റെഡ് ചില്ലി സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കളറിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അതുകൂടാതെ 1 ടേബിൾ സ്പൂൺ വിനെഗർ, സോയാ സോസ് 1 ടേബിൾ സ്പൂൺ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ആയതിനു ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുക. കോൺഫ്ലോർ എടുത്തിട്ട് അതിനുള്ളിലേക്ക് അത് മിക്സ് ചെയ്യാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ആ കോൺഫ്ലോർ ഒന്ന് മിക്സ് ആവണം. അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ട പിടിക്കാതെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബോയിലാവുക. ബോയിലായാൽ ഉടനെ തന്നെ നമുക്ക്
സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. മധുര ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് സ്പൈസിയാണ് ഇഷ്ടമെന്നുള്ളവർ ചേർത്ത് കൊടുക്കേണ്ടതില്ല. കാരണം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താൽ സ്വല്പം സ്വീറ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോയ ചങ്ക്സ് സോസിനകത്ത് നന്നായിട്ട് മിക്സായി കിട്ടണം. സോയ ചങ്ക്സിൻ്റെ ഫുള്ള് കോട്ടഡായിട്ട് നമുക്ക് സോസ് ഉണ്ടായിരിക്കണം. അതേ രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഈ സോയ ചങ്ക്സ് വളരെ എളുപ്പമാണ്, സിമ്പിളായിട്ടാണ് തയ്യാറാക്കാൻ പറ്റുന്നത്. ഇത് നമുക്ക് ചൂടോടെ തന്നെ ചപ്പാത്തിയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ സ്റ്റാർട്ടറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കും വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു ഡിഷാണിത്. നമ്മളിത് തയ്യാറാക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പ് വേണമെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അഥവാ നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം സോസിലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലും ഒക്കെ ഉപ്പ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കൂടുതലായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. സോയ ചില്ലി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ക്യാപ്സിക്കം ഒരുപാട് വഴണ്ട് പോകരുത്. അതാണ് ഒരു കാര്യം ചെയ്യാനുള്ളത്. അതുകൂടാതെ നല്ല ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് എഴുതുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.